രാജ്യാന്തര നാണയനിധി അടുത്തിടെ നൽകിയ സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത് മാലദ്വീപ് പ്രസിഡന്റ് രാജ്യത്തെ നയിക്കുന്നത് കഴുത്തറ്റം മുങ്ങുന്ന കടത്തിലേക്കാണെന്നാണ്. ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിൽ വന്ന മുഹമ്മദ് മൊയ്സു സർക്കാരിൻ്റെ ആദ്യ ചുവടുകൾ തന്നെ പിഴയ്ക്കുന്നതാണ് കാണുന്നത്. ഈ തിരിച്ചടികൾ കണ്ട് ഭയന്നിട്ടാണോ അതോ നിലനിൽപ്പിന് വേണ്ടിയുള്ള പുതിയ തന്ത്രത്തിൻ്റെ ഭാഗമാണോ എന്നറിയില്ല, കടുത്ത ഇന്ത്യ വിരുദ്ധനായ മൊയ്സു തൻ്റെ സമീപനം അല്പം മയപ്പെടുത്തിയിരിക്കുകയാണ്. മാർച്ച് 15 മുൻപ് ഇന്ത്യൻ സൈന്യം മാലദ്വീപ് വിട്ടുപോകണമെന്ന് അന്ത്യശാസനം നൽകിയ മൊയ്സു ഇപ്പോൾ നയം മാറ്റിയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ സാധിച്ചെടുക്കേണ്ട ഒന്നല്ലെന്നും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിലൂടെ തീരുമാനത്തിലെത്തേണ്ട വിഷയമാണെന്നാണ് ഈയിടെ മാലദ്വീപിലെ ഒരു ദേശീയ വാർത്താ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മൊയ്സു വ്യക്തമാക്കിയിരിക്കുന്നത്. മൊയ്സുവിന് പെട്ടെന്നുണ്ടായ ഈ മാറ്റം രാജ്യാന്തര നാണയനിധി നൽകിയ മുന്നറിയിപ്പിൽ ഞെട്ടിയിട്ടോ അതോ അധികാര കസേര തന്നെ പോകാവുന്ന വിധത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ഇംപീച്ച്മെന്റ് നടപടികളെ ഭയന്നിട്ടാണോ എന്നറിയില്ല. എന്തുതന്നെയായാലും IMF നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് പോളിസിയിൽ കാര്യമായ മാറ്റം വരുത്തിയില്ലെങ്കിൽ മാലദ്വീപ് കടക്കണിയിൽ മുങ്ങിത്താഴുക തന്നെ ചെയ്യും. ഒരു രാജ്യത്തിന് കൊടുത്തു തീർക്കാവുന്നതിലും അപ്പുറത്താണ് മാലദ്വീപിൻ്റെ കടം എന്നാണ് റിപ്പോർട്ട്. 2021 മാലദ്വീപിൻ്റെ വിദേശ കടം $3 ബില്യൺ ആയിരുന്നു. അതായത് GDPയുടെ 55%. ഇതിൽ ചൈനയുടെ സ്ഥാനം എവിടെയാണെന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പണം പലിശയ്ക്ക് നൽകിയിരിക്കുന്നത് ബീജിംഗ് ആണ്. വിദേശ കടത്തിൻ്റെ 42% നൽകേണ്ടത് ചൈനയ്ക്കാണ്. ഈ വർഷം പൊതുകടം തീർക്കാനും പലിശയടയ്ക്കാനുമായി $300 മില്യൺ മാലി ചിലവഴിച്ചത്. യഥാർത്ഥത്തിൽ ഈ കടം ആരംഭിക്കുന്നത് 2013-2018 കാലഘട്ടത്തിൽ അബ്ദുൾ യാമിൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ്. മൊയ്സുവിനെ പോലെ തന്നെ യാമിനും ഒരു ചൈന പ്രേമിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചൈനയിൽ നിന്ന് ധാരാളം ലോൺ എടുത്തു. അതുകഴിഞ്ഞാണ് വുഹാൻ വൈറസ് വരുന്നത്. ഇതോടെ മാലദ്വീപിൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായ ടൂറിസം അടയ്ക്കപ്പെട്ടു. നാഷണൽ GDPയുടെ 25% ലഭിക്കുന്നത് ഇവിടെ നിന്നാണ്. രാജ്യത്ത് 32% പേർ വരുമാനത്തിനായി ആശ്രയിക്കുന്ന മേഖലയും ഇതാണ്. അതുകൊണ്ട് തന്നെ ടൂറിസം നിലച്ചപ്പോൾ ഇതൊക്കെയും നിന്നു. കോവിഡിനോടനുബന്ധിച്ച് ആതുര സേവന രംഗത്ത് ചിലവുകളും വർദ്ധിച്ചു. ആരോഗ്യ പ്രവർത്തകർക്കും വാക്സിനും മറ്റുമായി കൂടുതൽ പണം ചിലവഴിക്കേണ്ടതായി വന്നു. ഇതിനെ തുടർന്ന് വീണ്ടും കടമെടുക്കേണ്ടതായി വന്നു. അങ്ങനെയാണ് മാലദ്വീപിൻ്റെ കടം ഇത്രയേറെ വർദ്ധിച്ചത്. ഇവിടെ ഉയരുന്ന 2 ചോദ്യങ്ങൾ. മാലദ്വീപ് എങ്ങനെ ഈ കടങ്ങളൊക്കെ വീടും? ഇതെങ്ങനെ തിരിച്ചടയ്ക്കാനാണ് മൊയ്സു പ്ലാൻ ചെയ്യുന്നത്? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മൊയ്സു എന്ത് ചെയ്താലും അത് ചൈനയെ ആശ്രയിച്ച് തന്നെയായിരിക്കും. മൊയ്സു കഴിഞ്ഞ മാസം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുകയും 20ഓളം കരാറിൽ ഒപ്പിടുകയും ഉണ്ടായി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഇനി എത്രയാണ് വായ്പയായി വാങ്ങാൻ പോകുന്നത് എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. കിട്ടുന്ന തുക ലോണായിരിക്കുമോ അതേ ഗ്രാൻഡ് ആയിരിക്കുമോ? പക്ഷേ ഈ വിവരങ്ങളൊക്കെ മാലി ഏറെ രഹസ്യമായി വച്ചിരിക്കുകയാണ്. പക്ഷേ ബീജിംഗിൽ നിന്ന് വന്നയുടനെ മൊയ്സു അനൗൺസ് ചെയ്തത് ലോൺ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചൈനയുടെ ടെക്നിക്കൽ ടീം മാലി സന്ദർശിക്കുമെന്നാണ്. ചൈനയുടെ ഈ സാങ്കേതിക സഹായം നമ്മൾ ശ്രീലങ്കയിലും കണ്ടതാണ്. ഒടുവിൽ ആംബുലൻസ് ഓടിക്കാൻ പോലും ഇന്ധനമില്ലാത്ത അവസ്ഥയും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്നതും ഒടുവിൽ ജനം നിരത്തിലിറങ്ങി ഭരണാധികാരികൾക്കെതിരെ പ്രതിഷേധിക്കുന്നതുമെല്ലാം ലോകം മുഴുവൻ കണ്ടറിഞ്ഞതാണ്. മൊയ്സുവിന് ഇതൊക്കെ പാഠമാകേണ്ടതാണ്. ഇന്ത്യയും മാലദ്വീപിലെ പ്രതിപക്ഷവും എതിർത്തെങ്കിലും ചൈനയുടെ ചാരക്കപ്പൽ മാലദ്വീപിൽ നങ്കൂരമിട്ട് കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് മൊയ്സു നൽകുന്ന വിശദീകരണം ഒരു പര്യടനത്തിൻ്റെ ഭാഗമായി കപ്പൽ എവിടെ എത്തിയതെന്നാണ്. അല്ലാതെ ഗവേഷണങ്ങൾക്കോ പഠനങ്ങൾക്കോ അങ്ങനെ ഒരു ദുരുദ്ദേശവും ഇതിന് പിന്നിൽ ഇല്ലെന്നാണ്. എന്നാൽ ചൈന നൽകുന്ന സൂചന മറിച്ചാണ്. ചൈനീസ് വക്താവ് വെളിപ്പെടുത്തുന്നതനുസരിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചൈനയും മാലിയും തമ്മിൽ നല്ല സഹകരണമാണുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള മറൈൻ റിസർച്ചിന് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയതിന് മാലിയെ പുകഴ്ത്തുക മാത്രമല്ല, റിസർച്ച് വെസലിന് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊടുത്തതിന് അഭിനന്ദിക്കുക കൂടി ചെയ്തു. അതുപോലെ ടർക്കിഷ് ഡ്രോണിനും പ്രധാനപ്പെട്ട നയതന്ത്ര മേഖലകളിൽ നിരീക്ഷണം നടത്താനുള്ള അധികാരവും മാലി നൽകിക്കഴിഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാലി ഇന്ത്യയോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നിരീക്ഷണങ്ങളൊക്കെ ഇന്ത്യൻ നേവിയുടെ അതിർത്തിയിലുമാണ് വരുന്നത്. ഇന്ത്യ വിരുദ്ധ നിലപാടിലൂടെ അധികാരത്തിലേറിയ മൊയ്സു പതിവിന് വിപരീതമായി അധികാരമേറ്റുമ്പോൾ ഇന്ത്യയിലേക്ക് വരാതെ സന്ദർശിച്ച രാജ്യങ്ങളും ടർക്കിയും ചൈനയുമാണ്. ചൈന സന്ദർശനം കഴിഞ്ഞെത്തിയ മൊയ്സു ആദ്യം ആവശ്യപ്പെട്ടതും ഇന്ത്യൻ സൈനികർ മാലി ഒഴിയണമെന്നാണ്. 77 ഇന്ത്യൻ സൈനികരാണ് മാലിയിൽ ഉള്ളത്.
ഇതുകൂടാതെ ജനങ്ങൾക്ക് അടിയന്തര വൈദ്യസഹായം നൽകാനായി ആതുര രംഗത്ത് പ്രവർത്തിക്കുന്ന 12 സൈനിക ഉദ്യോഗസ്ഥരും അടിയന്തര ആവശ്യങ്ങൾക്കായി ഇന്ത്യ നൽകിയ ഹെലികോപ്റ്ററുകളും എയർക്രാഫ്റ്റുകളും പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ പൈലറ്റുകളുമാണ് ഇവിടെയുള്ളത്. ഇതൊക്കെ തന്നെയും ദ്വീപ് രാഷ്ട്രമായ മാലിക്ക് അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം ഉറപ്പുവരുത്താനായി ഇന്ത്യ നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഇന്ത്യ നൽകിയിട്ടുള്ള എല്ലാ സഹായങ്ങളും മറന്നുകൊണ്ടുള്ള കൈവിട്ട കളിയിലാണ് മൊയ്സു. അതേസമയം ഇന്ത്യ ഏറെ സംയമനത്തോടെ നയതന്ത്ര ബന്ധങ്ങളിലൂടെ മാത്രമാണ് നീങ്ങിയത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുക്കുകയും ചെയ്തു. മൊയ്സുവിൻ്റെ നിലപാടിനോട് മാലിയിലെ പ്രതിപക്ഷവും ശക്തമായ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു. അത് മുഹമ്മദ് മൊയ്സുവിനെ ഇംപീച്ച് ചെയ്യണം എന്നൊരു തീരുമാനത്തിൽ വരെ എത്തി നിൽക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും ഇന്ത്യയോടും ഔദ്യോഗികമായി തന്നെ മൊയ്സു മാപ്പ് പറയണമെന്ന ആവശ്യവും അവർ ഉന്നയിച്ചു കഴിഞ്ഞു. ഇതേ ചൊല്ലി പാർലമെന്റിൽ ഉന്തും തള്ളും അടിയും വരെ നടന്നു. ഇതൊക്കെയാകണം മൊയ്സുവിന് നയം മാറ്റാൻ പ്രേരിപ്പിച്ചത്. ഒരു രാജ്യവുമായി താൻ ശത്രുത പുലർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് മൊയ്സു പ്രാദേശിക വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നത്. അയൽക്കാരുമായി സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരാളെന്ന രീതിയിലുള്ള ഒരു ഇമേജ് തനിക്കും തൻ്റെ സർക്കാരിനും വിരോധികൾ ചാർത്തി നൽകുകയാണെന്നാണ് മൊയ്സുവിൻ്റെ വാദം. ഏതായാലും ബോളിപ്പോഴും മൊയ്സുവിൻ്റെ കോർട്ടിൽ തന്നെയാണ്. ദേശീയ നാണയനിധിയുടെ മുന്നറിയിപ്പും കിട്ടിക്കഴിഞ്ഞു. ഇനി ചൈനയുമായുള്ള ബന്ധം ഏത് വിധത്തിൽ തുടരണമെന്ന് മൊയ്സുവിന് തീരുമാനിക്കാം. മൊയ്സു പ്രസിഡന്റ് ആയിരിക്കാം, പക്ഷേ ലക്ഷങ്ങളോളം വരുന്ന മാലി സ്വദേശികളുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നതെന്ന് മാത്രം.